തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണത്തിൽ കേരളത്തിന്റെ ആശങ്കകൾക്ക് നേരിയ ആശ്വാസമെങ്കിലും നൽകുന്നതാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ പുതിയ തീരുമാനം. SIR-മായി ബന്ധപ്പെട്ട എന്യൂമറേഷൻ ഫോം സ്വീകരിക്കുന്നതിനുള്ള അവസാന തീയതി വീണ്ടും നീട്ടി നൽകിയിരിക്കുകയാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. ആദ്യം ഡിസംബർ 4-ന് സമർപ്പിക്കാൻ നിർദ്ദേശിച്ചിരുന്ന എന്യൂമറേഷൻ ഫോം പിന്നീട് ഡിസംബർ 11 വരെ സ്വീകരിക്കുമെന്ന് അറിയിച്ചിരുന്നു. ഇപ്പോഴിതാ വീണ്ടും ഒരാഴ്ച കൂടി ദീർഘിപ്പിച്ച് ഡിസംബർ 18 വരെ സമയം നൽകിയിട്ടുണ്ട്. അതുകൊണ്ട് തിരക്ക് കൂട്ടാതെ തെറ്റുവരുത്താതെ സമാധാനത്തിൽ ഫോം പൂരിപ്പിച്ച് നൽകാൻ സാധിക്കും. ആശങ്കപ്പെടേണ്ട സാഹചര്യം ഉണ്ടാകുന്നുമില്ല. ഡിസംബർ 21-ന് കരട് വോട്ടർ പട്ടികയും ഫെബ്രുവരി 21-ന് അന്തിമ വോട്ടർ പട്ടികയും പ്രസിദ്ധീകരിക്കും. കേരളത്തിന്റെ നിരന്തരമായ ആവശ്യം കണക്കിലെടുത്തും സുപ്രീം കോടതി നിർദ്ദേശം പരിഗണിച്ചുമാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പുതിയ തീരുമാനം പ്രഖ്യാപിച്ചിരിക്കുന്നത്. കേരളത്തിൽ SIR നീട്ടിവെക്കണമെന്ന് ആവശ്യപ്പെട്ട് കേരള സർക്കാരും മറ്റു രാഷ്ട്രീയ പാർട്ടികളും സുപ്രീം കോടതിയെ സമീപിച്ചിരുന്നു. തദ്ദേശ തെരഞ്ഞെടുപ്പ് കഴിയുന്നതുവരെയെങ്കിലും നീട്ടണം എന്നായിരുന്നു പ്രധാന ആവശ്യം. തദ്ദേശ തെരഞ്ഞെടുപ്പിനൊപ്പം SIR-ഉം വരുന്നത് BLO-മാർക്കും സമ്മർദ്ദമേറ്റുമെന്നും കേരളം വാദിച്ചു. ഇതനുസരിച്ച് കേരളത്തിന്റെ ആവശ്യം കണക്കിലെടുത്ത് തീയതി നീട്ടുന്ന കാര്യം അനുഭാവപൂർവ്വം പരിഗണിക്കണമെന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷന് സുപ്രീം കോടതി നിർദ്ദേശവും നൽകി. ഇതേ തുടർന്ന് SIR നീട്ടുന്നത് സംബന്ധിച്ച് വ്യാഴാഴ്ച തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ചീഫ് ഇലക്ടറൽ ഓഫീസർ രത്തൻ ഖേൽക്കറും ചീഫ് സെക്രട്ടറി ഡോക്ടർ A ജയതിലകുമായി കൂടിക്കാഴ്ച നടത്തിയ ശേഷമാണ് ഒരാഴ്ച നീട്ടണമെന്ന സർക്കാർ ആവശ്യം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അംഗീകരിച്ചത്. ആദ്യം കേസ് പരിഗണിച്ചപ്പോൾ സുപ്രീം കോടതിയും കേരളത്തിലെ SIR തടഞ്ഞിരുന്നില്ല. എന്നാൽ പിന്നീട് വീണ്ടും കേസ് പരിഗണിച്ചപ്പോൾ കേരളത്തിന്റെ ആവശ്യം അനുഭാവപൂർവ്വം പരിഗണിക്കണമെന്ന് കോടതി തെരഞ്ഞെടുപ്പ് കമ്മീഷന് നിർദ്ദേശം നൽകുകയായിരുന്നു. SIR പ്രക്രിയയ്ക്ക് നിലവിലുള്ളതിനേക്കാൾ കൂടുതൽ സംസ്ഥാന സർക്കാർ ജീവനക്കാരെ ഉപയോഗിക്കരുത് എന്നും സുപ്രീം കോടതി നിർദ്ദേശിച്ചിട്ടുണ്ട്. ഇതനുസരിച്ച് SIR-ന്റെ ആദ്യഘട്ടമായ വിവരശേഖരണത്തിന് ഇനി ഈ മാസം 18 വരെ സമയമുണ്ട്. 18-നകം ഫോമുകൾ ശേഖരിച്ച് ഡിജിറ്റൈസ് ചെയ്താൽ മതിയെന്ന സാവകാശം BLO-മാർക്കും കിട്ടും. ഇതുവരെ ഫോം പൂരിപ്പിച്ച് നൽകാൻ സാധിക്കാത്തവർക്കും ഫോം ലഭിച്ചിട്ടില്ലാത്തവർക്കും ഇതൊരു അവസരമാണ്. പലർക്കും ബൂത്ത് നമ്പർ, എപ്പിക് നമ്പർ, പാർട്ട് നമ്പർ, ബൂത്തിന്റെ പേര് എന്നിവ കണ്ടെത്താൻ ബുദ്ധിമുട്ടായിരിക്കും. എന്നാൽ ഇത് ഇനി കണ്ടെത്തൽ അനായാസം സാധിക്കും. ഇതിനായി മൊബൈൽ ആപ്ലിക്കേഷനും സജ്ജമാക്കിയിട്ടുണ്ട്. ഈ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്താൽ മേൽപ്പറഞ്ഞ വിവരങ്ങൾ എളുപ്പത്തിൽ ലഭിക്കും. ഒപ്പം ഓൺലൈൻ രജിസ്ട്രേഷനും ഈ ആപ്പ് വഴി എളുപ്പത്തിൽ സാധ്യമാണ്. ഈ സ്ക്രീനിൽ കാണുന്നതിൽ ഒന്ന് സ്കാൻ ചെയ്താൽ നിങ്ങൾക്ക് ഈ നടപടികൾ വേഗത്തിൽ പൂർത്തീകരിക്കാം. എന്യൂമറേഷൻ ഫോം ഇതുവരെ കിട്ടാത്തവർ BLO-മാരെ ബന്ധപ്പെടണം. BLO-മാരെ ബന്ധപ്പെടാനുള്ള നമ്പർ ലഭിക്കാൻ www.ceo.kerala.gov.in/voter-search ഈ ലിങ്ക് വഴിയോ അല്ലെങ്കിൽ electoralsearch.eci.gov.in എന്ന ലിങ്ക് വഴിയോ സെർച്ച് ചെയ്താൽ BLO-യുടെ നമ്പർ ലഭിക്കും. ഇതുപയോഗിച്ച് BLO-യെ ബന്ധപ്പെട്ട് ആവശ്യമായ നിർദ്ദേശങ്ങൾ സ്വീകരിക്കാനും ഫോം പൂരിപ്പിച്ച് നൽകാനും ശ്രമിക്കണമെന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നിർദ്ദേശമനുസരിച്ച് ജില്ലാ കളക്ടർമാർ ആവർത്തിച്ച് അറിയിക്കുന്നുണ്ട്. ഡിസംബർ 18-നകം ഫോം പൂരിപ്പിച്ച് നൽകാത്ത ആരും കരട് പട്ടികയിൽ ഉൾപ്പെടില്ല. കരട് പട്ടികയിൽ ഉൾപ്പെടാത്തവർ വോട്ടർ പട്ടികയിൽ ഇടം പിടിക്കണമെങ്കിൽ വീണ്ടും ഫോം 6 പൂരിപ്പിച്ച് നൽകി രേഖകളുമായി ഹിയറിംഗിന് ഹാജരാകേണ്ടി വരും. അതും നഷ്ടമായാൽ വോട്ടവകാശം നഷ്ടപ്പെടുകയും ചെയ്യും. ഈ ഫോം 6-ഉം ഫോം 6A-യും എന്താണ് എന്ന് നേരത്തെ ഒരു വീഡിയോയിൽ വിശദമായി തന്നെ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് അത് ഇവിടെ കൂടുതൽ വിശദീകരിക്കുന്നില്ല. കേരളത്തിൽ നവംബർ 4-ന് ആരംഭിച്ച SIR നടപടിയുടെ നിലവിലെ സ്ഥിതിഗതികൾ സംബന്ധിച്ച് കേന്ദ്ര സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷനുകളുടെ വിശദീകരണം കേട്ട ശേഷം ചീഫ് ജസ്റ്റിസ് സൂര്യകാന്ത് അധ്യക്ഷനായ ബെഞ്ച് SIR നടപടികളുമായി തെരഞ്ഞെടുപ്പ് കമ്മീഷന് മുന്നോട്ടു പോകാൻ അനുവാദം നൽകി. അതോടൊപ്പം തന്നെ ഇക്കാര്യത്തിൽ കേരളത്തിന്റെ ആശങ്ക പരിഗണിക്കണമെന്നും നിർദ്ദേശിച്ചു. ഫോം സമർപ്പിക്കാനുള്ള അവസാന തീയതി ഒരാഴ്ചയോ അതിൽ കൂടുതലോ നീട്ടുന്നതിന് മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർക്ക് നിവേദനം നൽകാൻ കേരള സർക്കാരിന് കോടതി നിർദ്ദേശം നൽകി. 2 ദിവസത്തിനകം ഇക്കാര്യത്തിൽ തീരുമാനമെടുക്കാൻ തെരഞ്ഞെടുപ്പ് കമ്മീഷനോടും ആവശ്യപ്പെട്ടു. തീയതി നീട്ടണമെന്ന കേരളത്തിന്റെ ആവശ്യം ന്യായമാണ് എന്നാണ് ചീഫ് ജസ്റ്റിസും നിരീക്ഷിച്ചത്. കേരളത്തിലെ SIR ഫോമുകളുടെ ഡിജിറ്റൈസേഷൻ 88% പൂർത്തിയായതായി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കോടതിയെ അറിയിച്ചിരുന്നു. കേരളത്തിൽ ആദ്യം മുതൽ വന്ന ആശയക്കുഴപ്പത്തിനിടെ ഡിസംബർ 4-നകം പലരും ഫോം പൂരിപ്പിക്കലും ഡിജിറ്റൈസേഷനും പൂർത്തിയാക്കിയിരുന്നു. ഇതിനിടയിൽ കഴിഞ്ഞയാഴ്ച ഡിസംബർ 11 വരെ സമയം നീട്ടിയതിനാൽ
ശേഷിക്കുന്നവർക്ക് കൂടുതൽ സമയം ലഭിക്കുകയും ആശ്വാസമാകുകയും ചെയ്തു. ഈ സമയത്തിനകം പല BLOമാരും 100% ഡിജിറ്റൈസേഷൻ പൂർത്തിയാക്കിയിട്ടുമുണ്ട്. ഇതുവരെ ഫോം തിരികെ സമർപ്പിക്കാത്തവരോട് BLOമാർ നേരിൽ വിളിച്ചും വാട്സാപ്പ് ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്തും ബന്ധപ്പെടാൻ ശ്രമിക്കുന്നുമുണ്ട്. ഇതുവരെ കണ്ടെത്താൻ സാധിക്കാത്തവരെയും ഇത്തരത്തിൽ കണ്ടെത്താനാണ് ശ്രമം. ഡിസംബർ 18 വരെ സമയമുള്ളതിനാൽ ഇനി ഇതിന് കൂടുതൽ സാവകാശം കിട്ടും. ഇതുവരെ ഫോം കിട്ടാത്തവരുണ്ട് എങ്കിൽ BLOയെ നേരിട്ട് ബന്ധപ്പെടുകയോ അതല്ല 2025 പട്ടികയിൽ ഉൾപ്പെട്ടവരാണ് എങ്കിൽ ഓൺലൈനായി പൂരിപ്പിക്കുകയോ ചെയ്യണം. ഓൺലൈനായി ഫോം പൂരിപ്പിക്കാൻ വോട്ടർ ID-യിലെയും ആധാറിലെയും പേരുകൾ ഒന്നാണോ എന്ന് ഉറപ്പാക്കണം. വോട്ടർ ID മൊബൈൽ നമ്പറുമായി ബന്ധിപ്പിച്ചിരിക്കേണ്ടതും അത്യാവശ്യമാണ്. ഇനി അഥവാ മൊബൈൽ നമ്പർ വോട്ടർ ID-യുമായി ബന്ധിപ്പിച്ചിട്ടില്ല എങ്കിൽ ഫോം 8 ഉപയോഗിച്ച് വോട്ടർ ID-യും മൊബൈൽ നമ്പറും ബന്ധിപ്പിക്കണം. ഇക്കാര്യം ഞാൻ നേരത്തെ മറ്റൊരു വീഡിയോയിൽ കൃത്യമായി സൂചിപ്പിച്ചതാണ്. എങ്കിൽ കൂടി ഒരിക്കൽ കൂടി പറയുന്നു. വെബ് ബ്രൗസറിൽ voters.eci.gov.in എന്ന സൈറ്റിൽ ലോഗിൻ ചെയ്ത് കറക്ഷൻ ഓഫ് എൻട്രീസ് ഫിൽ ഫോം 8 ടു ഗെറ്റ് എപിക് വിത്ത് അപ്ഡേറ്റഡ് ഓർ റീപ്ലേസ്മെന്റ് ഓർ മാർക്കിംഗ് ഓഫ് PWD എന്ന ഓപ്ഷൻ തിരഞ്ഞെടുക്കണം. ഏത് വോട്ടർ ID-യുമായാണോ മൊബൈൽ നമ്പർ ബന്ധിപ്പിക്കേണ്ടത് ആ ID തിരഞ്ഞെടുത്ത് അപ്ലിക്കേഷൻ ഫോർ കറക്ഷൻ ഓഫ് എൻട്രീസ് ഇൻ എക്സിസ്റ്റിംഗ് ഇലക്ടറൽ റോൾ എന്ന വിഭാഗത്തിൽ മൊബൈൽ നമ്പർ ടിക്ക് ചെയ്ത് ഫോൺ നമ്പർ ആഡ് ചെയ്ത് അപേക്ഷ സബ്മിറ്റ് ചെയ്യുന്നതോടെ ഈ പ്രക്രിയ പൂർത്തിയാകും. ഫോമുകൾ സൈൻ ചെയ്യേണ്ടതുണ്ട് എന്നതിനാൽ വോട്ടർമാർക്ക് സ്വന്തം ഓൺലൈൻ ഫോം മാത്രമേ പൂരിപ്പിക്കാൻ സാധിക്കൂ. എപിക് 2025 പേരും ആധാർ ഉപയോഗിക്കുന്ന സൈൻ ടൂളിലെ പേരും കൃത്യമായി ഒരുപോലെ ആയിരിക്കണമെന്നും വ്യവസ്ഥയുണ്ട്. ഈ വ്യവസ്ഥകളിൽ ഉൾപ്പെടാത്ത വോട്ടർമാർ BLOമാർ മുഖേനയാണ് ഫോം സമർപ്പിക്കേണ്ടത്. ഓൺലൈനായും അല്ലെങ്കിലും ഫോട്ടോ പതിക്കൽ നിർബന്ധമില്ല. ഫോട്ടോ മാറ്റണം എന്നുണ്ടെങ്കിൽ മാത്രം മാറ്റി പതിപ്പിച്ചാൽ മതി. പൂരിപ്പിച്ച് സമർപ്പിച്ച ഫോമുകൾ വളരെ ലളിതമായി ആർക്കും എപ്പോൾ വേണമെങ്കിലും തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ വെബ്സൈറ്റിൽ കയറി പരിശോധിക്കാനുമാകും. അതായത് നമ്മൾ BLOയ്ക്ക് ഇതിനകം ഫോമുകൾ ഫിൽ ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് BLO വെബ്സൈറ്റിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ടോ എന്ന് ഉറപ്പിക്കാനുള്ള മാർഗമാണ് ഇനി പറയുന്നത്. ഇതിനായി voters.eci.gov.in എന്ന തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ വെബ്സൈറ്റിൽ കയറി ഫിൽ എന്യൂമറേഷൻ ഫോം എന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് ലോഗിൻ ചെയ്യാനുള്ള പേജിലേക്ക് കയറണം. നിലവിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ളവരാണ് എങ്കിൽ ലോഗിൻ ചെയ്യാൻ മൊബൈൽ നമ്പർ നൽകി മൊബൈലിൽ വരുന്ന OTP എൻ്റർ ചെയ്താൽ എന്യൂമറേഷൻ ഫിൽ എന്ന പേജിലേക്ക് കയറാൻ സാധിക്കും. ഇനി നിലവിൽ രജിസ്റ്റർ ചെയ്തിട്ടില്ലാത്ത വോട്ടറാണ് എങ്കിൽ ഫിൽ എന്യൂമറേഷൻ എന്ന ലിങ്കിൽ കയറി ലോഗിൻ പേജിലേക്ക് എത്തുമ്പോൾ തന്നെ അതേ പേജിൽ ലോഗിൻ എന്നതിനൊപ്പം സൈനപ്പ് എന്ന മറ്റൊരു ഓപ്ഷൻ ലഭിക്കും. പുതിയ ഉപയോക്താക്കൾ സൈനപ്പ് ലിങ്കിൽ ക്ലിക്ക് ചെയ്താണ് രജിസ്റ്റർ ചെയ്യേണ്ടത്. ഇതിനായി നിങ്ങളുടെ മൊബൈൽ നമ്പറും ഇമെയിൽ ID-യും അത്യാവശ്യമാണ്. സൈനപ്പ് ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് കയറുന്നതോടെ മൊബൈൽ നമ്പറും ഇമെയിൽ ID-യും ഒപ്പം ക്യാപ്ചയും നൽകാൻ ആവശ്യപ്പെടും. ഇവ നൽകുന്നതോടെ പേര് നൽകി OTP റിക്വസ്റ്റ് ചെയ്യാൻ ആവശ്യപ്പെടും. ഈ OTP കൂടി നൽകുന്നതോടെ രജിസ്ട്രേഷൻ പൂർത്തിയാക്കി. ഇനി ഫിൽ എന്യൂമറേഷൻ ഫോം എന്നതിലേക്ക് തന്നെ മടങ്ങിയെത്തിയ ശേഷം ഇവിടെ മൊബൈൽ നമ്പറും OTP നൽകി ലോഗിൻ ചെയ്യുന്നതോടെ നിങ്ങളുടെ പേര് മുകളിൽ ദൃശ്യമാകും. ഫിൽ എന്യൂമറേഷൻ ഫോം എന്നതിൽ വീണ്ടും ക്ലിക്ക് ചെയ്യുമ്പോൾ സംസ്ഥാനം തിരഞ്ഞെടുക്കാൻ ഒരു ഓപ്ഷനും എപിക് നമ്പർ ആവശ്യപ്പെടുന്ന ഒരു ബോക്സും ദൃശ്യമാകും. എപിക് നമ്പർ എന്നത് നിങ്ങളുടെ വോട്ടർ ID-യിലെ നമ്പറാണ്. ഈ ബോക്സിൽ വോട്ടർ തിരിച്ചറിയൽ കാർഡ് അല്ലെങ്കിൽ എപിക് നമ്പർ നൽകി ഫോം സെർച്ച് ചെയ്യണം. ഈ സമയം തന്നെ നിങ്ങളുടെ ഫോമിന്റെ സ്റ്റാറ്റസ് പ്രദർശിപ്പിക്കപ്പെടും. ഫോം അപ്ലോഡ് ചെയ്തിട്ടുണ്ട് എങ്കിൽ നിങ്ങളുടെ ഫോം ഇതിനകം നിങ്ങളുടെ മൊബൈൽ നമ്പറിൽ സമർപ്പിച്ചിട്ടുണ്ട് എന്ന സന്ദേശം നിങ്ങളുടെ മൊബൈൽ നമ്പർ സഹിതം സ്ക്രീനിൽ കാണാൻ സാധിക്കും. അതായത് നിങ്ങളുടെ ഫോം BLO അപ്ലോഡ് ചെയ്തിട്ടുണ്ട് എന്നാണ് ഇതിനർത്ഥം. ഇനി അഥവാ അപ്ലോഡ് ചെയ്തിട്ടില്ല എങ്കിൽ അത്തരമൊരു സന്ദേശം ദൃശ്യമാകില്ല. പകരം പുതിയൊരു ഹോം പേജ് തുറന്നു വരാനാണ് സാധ്യത. അപ്പോഴും പരിഭ്രാന്തരാകേണ്ട കാര്യമില്ല. വീണ്ടും സമയം നീട്ടിയിരിക്കുകയാണ്. BLOമാർ ഇനി സമയമെടുത്തായിരിക്കും ഒരുപക്ഷെ ചെയ്യുക. എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ നിങ്ങൾക്ക് BLOമാരെ നേരിട്ട് വിളിച്ച് അവരിൽ നിന്ന് സംശയം തീർക്കാനും കഴിയും.